ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 40-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. ഒരു വ്യക്തി ജീവിച്ചിരിക്കുമ്പോൾ പിന്നെ എന്തിനാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അടുത്തേക്ക് ജീവൻ പ്രാപിക്കേണ്ടതിനായി പോകുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. കർത്താവ് പറയുന്ന മനുഷ്യൻ ശാരീരികമായി ജീവിച്ചിരിക്കുന്ന വ്യക്തിയാണ്. എന്നാൽ അവൻ്റെ അതിക്രമങ്ങളും പാപങ്ങളും നിമിത്തം അവൻ ആത്മീയമായി മരിച്ചിരിക്കുന്നു. പാപം മനുഷ്യനെ ദൈവത്തിൽ നിന്നും അകറ്റിയിരിക്കുന്നു. കാരണം ദൈവം വിശുദ്ധനാണ്. അവൻ പാപത്തെ വെറുക്കുന്നു. ചെറുതോ വലുതോ ആയ ഏതെങ്കിലും തരത്തിലുള്ള ഹീനമായ പാപം അവൻ സഹിക്കുന്നില്ല. ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ അവൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ദൈവത്തിൽ നിന്നുള്ള ഈ അകലം നിത്യമായിരിക്കും. പാപമോചനം കർത്താവായ യേശുക്രിസ്തുവിന് മാത്രമേ നൽകാൻ കഴിയൂ. കാരണം അവനാണ് നമ്മുടെ പാപങ്ങളുടെ ഭാരം ക്രൂശിൽ സഹിച്ചത്. നമ്മൾ ഏൽക്കേണ്ടിയിരുന്ന ശിക്ഷയും ദൈവക്രോധവും അവൻ സഹിച്ചു. അവൻ ക്രൂശിൽ മരിച്ചു. 3-ാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. നമുക്ക് നിത്യജീവൻ നൽകാൻ അവൻ ആഗ്രഹിക്കുന്നു. മനുഷ്യൻ തൻ്റെ അടുക്കൽ വന്ന് രക്ഷയും പാപമോചനവും നേടണമെന്നതാണ് അവൻ്റെ ആഗ്രഹം. നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വരാതിരിക്കാൻ നിങ്ങൾക്ക് എന്ത് കാരണമാണുള്ളത്? ദൈവം നിങ്ങളെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിനായി സഹായിക്കട്ടെ. ആമേൻ.